നമ്മളെ മൗനരാഗം സെറ്റും ലൈഫും ഒക്കെ? കുഴപ്പമില്ല. ഒക്ടോബർ, ഈ വരുന്ന ഒക്ടോബർ ആവുമ്പോ നമുക്ക് 5 years ആവുള്ളൂ ഷൂട്ട് തുടങ്ങി. അതായത് മൗനരാഗം ഷൂട്ടിംഗ് തുടങ്ങുന്ന ഇത് നോക്കുമ്പോ 5 വർഷം ആവുന്നു. ഒരു നീണ്ട എന്താ പറയുക കാലയളവ്. അതെ അതെ. ഒരു ഈ 5, 15 അങ്ങനെ ആവുമ്പോ എന്തൊക്കെയോ പറയില്ലേ, ജൂബിലി 15 അങ്ങനെ എന്താ പറയില്ലേ, ജൂബിലി അങ്ങനെ എന്തൊക്കെയോ പറയില്ലേ, അങ്ങനെ പോട്ടെ എന്നാലല്ലേ പറയില്ലേ എന്താ ജൂബിലി 25 years വരുമ്പോ സിൽവർ ജൂബിലി പറയും. അത്രയൊക്കെ വേണോ? വേറെ ആൾക്കാരൊക്കെ വന്ന് വേറെ ആൾക്കാരൊക്കെ വന്ന് അഭിനയിച്ചു കൊടുക്കാനേ. ഗ്രീഷ്മ, പിന്നെ ഗ്രീഷ്മയുടെ സ്റ്റോറി പുതിയതായിട്ട് ഗ്രീഷ്മയ്ക്ക് അങ്ങനെയൊക്കെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളുണ്ട്. എനിക്കങ്ങനെ വലിയ ആഗ്രഹമില്ല. അപ്പൊ ഡയറക്ടറോട് പറയാലോ നമുക്ക് എത്ര പെട്ടെന്ന് ചുരുക്കണം. അല്ല, ഏകദേശം ഇപ്പൊ രൂപയുടെ സേനന്റെ സ്റ്റോറി പറയുമ്പോ അവര് കല്യാണം കഴിച്ചു, ഇങ്ങനെ പാർട്ട് ഓഫ് ഫാമിലി ആയിട്ട് പൊക്കോണ്ടിരിക്കണു. കല്യാണി തന്നെയാണല്ലോ ഇത്. കല്യാണി ഇത് നോക്കുമ്പം കല്യാണിയാണല്ലോ ഇതിന്റെ, കല്യാണിയുടെ സ്റ്റോറി. അപ്പം ആ ഒരു ഇത് നമുക്ക് ഫ്രം ദ ബിഗിനിങ് മുതൽ കല്യാണിയുടെ ആ സ്റ്റോറി നോക്കുമ്പോൾ കല്യാണി ജനിക്കുന്ന സമയം മുതലേ ഞാൻ സ്റ്റോറിയിലുണ്ട്. അപ്പൊ കല്യാണിയിലൂടെ കഥ പറഞ്ഞു പോകുമ്പോഴെല്ലാ ഓരോ ഷെയ്ഡ്സിലും ഞാനുണ്ട്. എനിക്ക് ആദ്യം ഭയങ്കര കല്യാണി ഇഷ്ടമല്ലായിരുന്നു. കല്യാണിയുടെ എന്താ പറയണ, ഇങ്ങനെ കല്യാണിയെ അടിക്കുക അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരു മിഡ് ഷെയ്ഡ് പോലെ പൊക്കോണ്ടിരുന്നിട്ട് ഇപ്പം ഭയങ്കര സ്വീറ്റ് മൊമെന്റ് മക്കൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെയാണ്. പിന്നെ എന്തായിരുന്നാലും ഒരു നല്ല സീരിയൽ ആയോണ്ടാണല്ലോ ഇത് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, പ്രേക്ഷകരെ സംബന്ധിച്ച് ഈ സീരിയൽ ഇഷ്ടപ്പെട്ടു, റേറ്റിംഗ് ഉണ്ട്, അതുകൊണ്ടാണല്ലോ ഇങ്ങനെ 5 years ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് ശേഷം നമ്മുടെ സീരിയൽ തുടങ്ങിയതിന് ശേഷം ഒരുപാട് സീരിയൽസ് വന്നു. അപ്പം ഇറ്റ് ഈസ് നമുക്ക് അതിൻ്റെ ഒരു പാട്ട് എന്ന് പറയുമ്പം ഇറ്റ് ഈസ് വെരി, പിന്നെ നമുക്കൊരു ഗ്രൂമിങ് സ്റ്റേജ് ആണ്. ഞാൻ വന്നപ്പം എല്ലാവരും എന്നെ കളിയാക്കുമായിരുന്നു, ഇത് എന്താണ് പ്രോപ്പറേറ്റ് ഡയലോഗ്സ് പറയില്ല. ഞാൻ കുറേ സീരിയൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. മെഗാ ദിസ് ഈസ് ദ ഫസ്റ്റ് വൺ. നോക്കുവാണെങ്കിൽ ത്രൂ ഔട്ട് ക്യാരക്ടറായിട്ട് അങ്ങനെ കുറേ. അപ്പം ഒരു എന്താ പറയണ, നമുക്കൊരു എന്താണ് ഗ്രൂമിങ്. പിന്നെ ഹാരിസൺ സാറിന് പ്രത്യേകിച്ച് പറയണ്ട, സാറ് കിട്ടുന്നത് വരെ നമ്മളെ പണിയെടുപ്പിക്കും. പിന്നെ അങ്ങനെ പിന്നെ ഇതിലെ ഓരോ നമ്മളിപ്പോ ഒരു ഫാമിലി പോലെ ആയിക്കഴിഞ്ഞു. മീൻസ് എല്ലാരും. അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ ഇനിയും നല്ല വിശേഷങ്ങള് ദൈവം അനുഗ്രഹിച്ചിട്ട് വരട്ടെ. അതെ, ഈ കമ്പനിയും കൂടെ അനുഗ്രഹിക്കട്ടെ, എന്നെ അനുഗ്രഹിക്കട്ടെ, പ്രേക്ഷകർ കുറെ അനുഗ്രഹിക്കട്ടെ. അതെ, അപ്പോൾ ദൈവം അനുഗ്രഹിച്ചിട്ട് ഇനിയും ഇതേപോലെ ഇങ്ങനെ ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫ്, നമ്മൾ രണ്ടുപേരുടെ ലൈഫ് സൂപ്പർ ആയി പോട്ടെ. അപ്പൊ ദിസ് മൊമെന്റ് വി വുഡ് ലൈക്ക് ടു ടെൽ ഹാപ്പി ഓണം.